നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ തൊട്ടുകളിക്കുന്നത് നാശത്തിന് എന്റെ സഹോദരന് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ ഷഹബാസ് ഭരണകൂടമോ അസിം മുനീർ നയിച്ച പട്ടാളമോ അത് കേട്ടില്ല. പാകിസ്ഥാൻ നിന്ന് കത്തുമ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ മുതിർന്ന സഹോദരൻ പാക് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ വാക്കുകൾ. ഈ ഗതി പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയതാണെന്ന് പറയാതെ പറയുകയാണ് നവാസ് ഷെരീഫ്. പാകിസ്ഥാൻ കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് എന്ന് പാക് ജനം വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു. പഹൽഗാമിൽ പാക് തീവ്രവാദികൾ ആക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ച ഘട്ടം. ഇന്ത്യയെ തകർക്കും, അണ്വായുധം പ്രയോഗിക്കുമെന്ന് പാക് ഭരണകൂടത്തിലെ ഓരോ മന്ത്രിമാരും നിരന്തരം വെല്ലുവിളി മുഴക്കിയ നിമിഷം തന്നെ നവാസ് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്കെതിരായ വെല്ലുവിളി അവസാനിപ്പിക്കണം, എത്രയും പെട്ടെന്ന് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ നോക്കണമെന്ന് ഷഹബാസിന്റെ ഓഫീസിലെത്തി നവാസ് നിർദ്ദേശം നൽകി. സാധ്യമായ മുഴുവൻ നയതന്ത്ര മാർഗങ്ങളും പ്രയോഗിക്കണം, ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾ അരുതെന്നും അതിരുവിട്ട വെല്ലുവിളി നടത്തരുതെന്നും പല കുറി നവാസ് ഷെരീഫ് മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ ഇന്ത്യക്കെതിരായ പ്രകോപനം കൂടുതൽ ശക്തമാക്കി പാക് പട്ടാളം മുന്നേറി. അവരെ തടുക്കാൻ ഷഹബാസിന് പോലും കഴിഞ്ഞില്ല. പിന്നെ ഒരു ഹീറോ പരിവേഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് കൈവിട്ട കളിക്ക് ഷഹബാസും നിന്നുകൊടുത്തു. അതിന്റെ പരിണിത ഫലമാണ് ഷഹബാസ് ഇപ്പോൾ അനുഭവിക്കുന്നത്. നവാസ് ഷെരീഫിന് അഴിമതി കേസിൽ അയോഗ്യത പ്രഖ്യാപിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. ഇനി പാക് ജനതയുടെ മുന്നിലേക്ക് ഷഹബാസ് ചെന്ന് നിന്നാൽ ജനം ചെരുപ്പൂരി എറിയും. ഇന്ത്യ ആക്രമണം തുടങ്ങി 30-ാം മിനിറ്റിൽ തന്നെ രാജ്യത്തെ അനാഥമാക്കി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വന്തം സുരക്ഷ നോക്കി ഔദ്യോഗിക വസതിയിൽ നിന്ന് ബങ്കറിലേക്ക് ഒളിച്ചോടുന്നു. ഇസ്ലാമാബാദിൽ ഷഹബാസിന്റെ വസതിക്ക് തൊട്ടടുത്ത് ഇന്ത്യൻ മിസൈൽ പതിച്ച ഘട്ടത്തിൽ സ്നൈപ്പർമാരുടെ സുരക്ഷയിൽ പാക് പ്രധാനമന്ത്രി ഒളിച്ചോടിയത്. തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി, തീവ്രവാദികളെ സഹായിക്കുന്ന ആൾ, പാകിസ്ഥാൻ കണ്ട ദുർബലനായ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് അങ്ങനെ വിശേഷണങ്ങൾ പലതും ചാർത്തിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പാക് ജനത. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ഇതിനേക്കാൾ നന്നായി തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് ഷഹബാസ് ഷെരീഫ് എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചുള്ള വിമർശനം. പഞ്ചാബ് പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന ആളാണ് ഷഹബാസ് ഷെരീഫ്. സഹോദരൻ നവാസ് ഷെരീഫ് ഒഴിഞ്ഞതോടെയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പ്രസിഡന്റ് പദത്തിലെത്തുന്നത്. അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ ഷെരീഫ് 2018 പ്രതിപക്ഷ നേതാവായി. 2022 ഇമ്രാൻഖാനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകുന്നത്. മറ്റു പാർട്ടികളുടെ പിന്തുണയോടെയാണ് സ്ഥാനമേറ്റത്. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേക്ക്. രാജ്യം രൂപീകരിച്ച ശേഷം ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തിയത് ഷഹബാസിന്റെ കാലത്താണ്. IMFന്റെ സഹായം വാങ്ങാനുള്ള തീരുമാനവും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ലഷ്കർ ഇ തോയ്ബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുന്നയാളാണ് ഷഹബാസ് ഷെരീഫ് എന്ന് വിമർശനം പലകുറി ഉയർന്നുവന്നു. രാജ്യത്ത് ആഭ്യന്തര കലാപം രൂക്ഷമായ സമയമാണിത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണം നേരിടുന്നതിലും ഷെരീഫ് ഭരണകൂടം അമ്പേ പരാജയപ്പെട്ടു. ഇതിനിടെയാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലുണ്ടാകുന്നത്. നയതന്ത്രപരമായി ഇന്ത്യയുമായി വിഷയം പറഞ്ഞൊതുക്കുന്നതിൽ ഒരു നിർണായകമായ നീക്കം പോലും നടത്താൻ ഷഹബാസിന് കഴിഞ്ഞില്ല. പാക് പട്ടാളത്തെ എല്ലാം ഏൽപ്പിച്ചു. എന്നാൽ പട്ടാളമാകട്ടെ ഇന്ത്യയെ കൊന്നു തിന്നണം, കശ്മീർ പിടിക്കണം എന്നുള്ള ചിന്തയുമായി നടക്കുന്ന കൂട്ടരാണ്. അവരുടെ കൈകളിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പവർ ഷഹബാസ് ഷെരീഫ് കൊടുത്തു. കാരണം സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാൻ കെൽപ്പില്ലാത്ത ആളാണല്ലോ. അതിന്റെ അടി ഇരന്നു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ്. മുതിർന്ന സഹോദരൻ നവാസ് ഷെരീഫ് പല കുറി മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ പട്ടാളത്തിന്റെ പാവയായി നിന്നുകൊടുത്തു ഷഹബാസ്. നവാസിന്റെ ഉപദേശം കേട്ട് നയതന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതി പാകിസ്ഥാൻ ഉണ്ടാകുമായിരുന്നില്ല. 3 തവണ പാക് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നയാളാണ് നവാസ് ഷെരീഫ്. ഇന്ത്യയുമായി അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയെ അതിരുവിട്ട് വെല്ലുവിളിക്കാൻ നവാസ് മുതിർന്നിട്ടില്ല. അതിന് കാരണം ഇന്ത്യയുടെ ശക്തി എത്രത്തോളമാണെന്നത് നവാസിനറിയാം. ആ ബോധ്യത്തിലാണ് ഇളയ സഹോദരനെ ഉപദേശിച്ചത്. പക്ഷേ ഷഹബാസ് കേട്ടില്ല. ഇന്ത്യയുടെ വായിൽ തല കൊണ്ടുവച്ചു കൊടുത്തു.
കഴിവതും ഇന്ത്യയുമായി മികച്ച നയതന്ത്ര ബന്ധത്തിന് ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് നവാസ് ഷെരീഫ്. 2014 മെയ് മാസത്തിൽ സൈന്യത്തിന്റെ എതിർപ്പ് അവഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നവാസ് പങ്കെടുത്തിരുന്നു. 2015 ഡിസംബറിൽ ലാഹോറിൽ തന്റെ പേരക്കുട്ടിയുടെ വിവാഹവേളയിൽ ഷെരീഫ് പ്രധാനമന്ത്രി മോദിയെ ഊഷ്മളമായി സ്വീകരിച്ചു. 1999 ഫെബ്രുവരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒരു ബസിൽ ലാഹോറിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം ഒപ്പുവെച്ച ലാഹോർ പ്രമേയത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. 2011 നടന്ന സൗത്ത് ഏഷ്യ ഫ്രീ മീഡിയ അസോസിയേഷൻ പരിപാടിയിൽ ഇന്ത്യയുമായി രസകരമായ ഒരു സാമ്യം ധൈര്യത്തോടെ അവതരിപ്പിച്ചത് ഷെരീഫാണ്. നമുക്കിടയിൽ ഒരു അതിർത്തി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരേ സമൂഹത്തിലെ അംഗങ്ങളാണ്. ഒരേ പശ്ചാത്തലം, സംസ്കാരം, വിഭവങ്ങളും പച്ചക്കറികളും പോലും പങ്കിടുന്നു. നിങ്ങളെപ്പോലെ ഞങ്ങളും ആലോക് ഗോഷ്ത് കഴിക്കുന്നു. ഇങ്ങനെ ഒരു രസകരമായ പ്രസ്താവന നടത്താൻ അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. പൊതുവെ ഇന്ത്യ മുന്നേറുന്നത് കണ്ടുകൂടാത്തവരാണ് പാക് ഭരണകൂടം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്ത മനോഭാവമായിരുന്നു നവാസിന്. ഇന്ത്യയുടെ ചന്ദ്രയാൻ വിജയത്തെ അദ്ദേഹം വാനോളം പുകഴ്ത്തിയിരുന്നു. ലോകരാജ്യങ്ങൾ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ ഭൂമിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടില്ലെന്ന് നവാസ് ഷെരീഫ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് യോഗം അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴായിരുന്നു ഷെരീഫ് ഇന്ത്യയെ പുകഴ്ത്തിയത്. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം. നമ്മുടെ അയൽ രാജ്യങ്ങൾ ചന്ദ്രനിലേക്ക് പോകുന്നു, എന്നാൽ ഭൂമിയിൽ നിന്ന് പോലും ഉയരാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഒന്നും നടക്കില്ല. ഇന്ത്യയുടെ ചന്ദ്രയാൻ വിജയം പരാമർശിച്ചായിരുന്നു നവാസിന്റെ ഈ പ്രസ്താവനകൾ. നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം നമ്മൾ തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ രാഷ്ട്രം മറ്റൊരു നിലയിൽ എത്തുമായിരുന്നു. നമ്മുടെ രാജ്യത്ത് വൈദ്യുതി പ്രതിസന്ധിയുണ്ട്, അത് അവസാനിപ്പിക്കണം. രാജ്യത്ത് ഉടനീളമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണം. കറാച്ചിയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. ഹൈവേകൾ നിർമ്മിക്കണം. പുതിയ വികസനങ്ങൾ വന്നാൽ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുമെന്നും നവാസ് ഈ റാലിയിൽ വെച്ച് പറഞ്ഞു. 1993-ലും 1999-ലും 2017-ലും തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്നും നവാസ് ഷെരീഫ് ഈ യോഗത്തിൽ വെച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. 4 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഒക്ടോബറിലാണ് നവാസ് ഷെരീഫ് ലണ്ടനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തിയത്. 3 തവണയാണ് അദ്ദേഹം പാക് പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. അൽ അസീസിയ സ്റ്റീൽ അഴിമതി കേസിൽ ഷെരീഫിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. അവൻ ഫീൽഡ് അഴിമതി കേസിലും നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. 2018-ലാണ് ഈ കേസുകളിൽ 10 വർഷം തടവിന് നവാസ് ഷെരീഫിൻ ശിക്ഷിക്കപ്പെട്ടത്. പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുക്കുകയും അദ്ദേഹം ലണ്ടനിലേക്ക് പോകുകയും ചെയ്തത്. പിന്നാലെ തിരിച്ചെത്തിയതിനു ശേഷം നവാസ് ഷെരീഫ് ഇന്ത്യയുമായി മികച്ച ബന്ധം സ്ഥാപിച്ചെടുക്കണമെന്ന് സഹോദരൻ ഷഹബാസ് ഷെരീഫിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കാൻ ഷഹബാസ് ഷെരീഫ് തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.